സോറി ഇന്നലെ രാത്രിയിലത്തെ ക്ഷീണം കൊണ്ട് ഞാൻ അല്പം ഉറങ്ങിപ്പോയി. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പ്രൊഫഷണൽ തീഫല്ലേ. അയ്യടാ പ്രൊഫഷണൽ തീഫ്. എന്താ നിനക്കൊരു പുച്ഛം പോലെ? എടാ എന്നെ സർക്കാർ അംഗീകരിച്ച് സ്റ്റേഷനിൽ ഫോട്ടോ വെച്ചിട്ട് കൊല്ലം 3 നാൾ കഴിഞ്ഞു. നിന്നെ പോലൊന്നും പറഞ്ഞിട്ടില്ല. എടാ എന്നെ പോലുള്ള ഭീകര കള്ളന്മാരുടെ ഫോട്ടോ ഒന്നും സ്റ്റേഷനിൽ വെക്കാറില്ല. വെച്ചാൽ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിവരം അറിയും. അറിയാവാ? അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരാളാണെന്ന്. എന്ത് പറ്റിയടാ? എന്തുപറ്റി? എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് സൂര്യപ്രകാശം കണ്ണിലടിച്ച ഭയങ്കര പെയിനാ. ആണാ? അത് പ്രായമായവർക്ക് കണ്ണിൽ തിമിരം വരും. ഡോക്ടറെ കാണിച്ചാൽ മതി. വെറുതെ അമ്പലത്തിൽ നടന്ന് പുളു അടിക്കല്ലേ. 4 രാത്രി ആ മേമനത്തിന്റെ കയ്യിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റുവാണ് എനിക്കറിയാം. ഒരു പ്രൊഫഷണൽ തീഫ്. ശരിയാ, എന്തൊരു ഇടിയായിരുന്നു അങ്ങേരി. വൃത്തി കേട്ടവൻ ചെളി. എന്റെ കന്നുകാലികളെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. പള്ളിയിൽ കയറിയിട്ട് പൊന്നും കുരിശു പോയിട്ട് ഒരു ഉണക്കക്കുരുത്തോല പോലും കിട്ടിയില്ലല്ലോ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇയാൾ അച്ഛനാവാൻ വേണ്ടി കരാട്ട പഠിച്ചതായിരിക്കോ? ഏയ്, അതായിരിക്കില്ല. പണ്ട് നാട്ടിൽ അടി ഉണ്ടാക്കിയപ്പോ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ച് സെമിനാരി ചേർത്ത് അച്ഛനാക്കിയതായിരിക്കും. ആയിരിക്കും ആയിരിക്കും. കേറുന്നില്ല. ഓ ഷൂസോ. ഇനി നിന്റെ ചെരുപ്പെടുക്കാൻ മറക്കണ്ട. അത് ഞാൻ മറക്കും. പൊന്നും കുരിശ് തരാം, പട്ടുവള തരാം, പശുക്കുട്ടിയെ തരാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ കയ്യിൽ നിന്ന് 1000, 2000, 3000 ഒക്കെ വാങ്ങിയത് എങ്ങനെ ഇനി തിരിച്ചു കൊടുക്കുന്ന ഞാൻ ആലോചിക്കുന്നു. അത് തന്നെ ഞാനും ആലോചിക്കും. മദനാ, നോക്ക് നോക്ക്, പാത്തുമ്മയുടെ കടം തീർന്നടാ. ആനമുറ്റത്തെ തുപ്പാക്കി ചന്തു ആൽത്തറയിൽ കിടന്ന് ഉറങ്ങിയ പാത്തുമ്മേരെ കട എങ്ങനെ തീരും? അങ്ങനെയാണെങ്കിൽ ഇത്തിരി മുമ്പേ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ നമ്മുടെ ഇത്തിരി കടമെങ്കിലും തീരണ്ടേ? അത് നോക്ക്. ഓ എന്നത് പൊക്കാം പൊക്കാം പാം പാം. എവിടെയാണ് സാധനം കണ്ടുവച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നേ? ഞാൻ വന്ന് കൊണ്ടുപോരില്ലായിരുന്നു. ഇത് തന്നേരെ. ഇത് വേറെ ആക്കുള്ളതാ. അത് വേണ്ട, എനിക്ക് ഇത് മതി. ലോനപ്പനുള്ളത് ഇതല്ല. ലോനപ്പനുള്ള അടുത്ത ലോഡിൽ വരുന്നുണ്ട്. അത് വരുമ്പോ തരാം. അത് ശരിയാവൂല. അയാൾക്കുള്ളതാ. എനിക്ക് ഇത് മതി. ഇത് അയാൾക്കുള്ളതാണ്. എനിക്കിത് മതി. അയാൾക്കുള്ളതാന്ന് പറഞ്ഞില്ലേ? നമുക്ക് എന്താടാ ഇവിടെ? കുട്ടിയേട്ടാ, ഇത് എനിക്ക് തരാനുള്ള കാളക്കുട്ടിയാ. നിനക്ക് തരാൻ പോണല്ലേ, അതിനുമ്പ് നീ കരണന്തിനാ? നേരത്തെ തന്നെ കൊടുക്കാൻ പോയതാ, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. നിന്റെ തള്ളേനെ വേണമെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും പറയണം, മനസ്സിലായ? ഗോവിന്ദൻകുട്ടി ചേട്ടന് അസിസ്റ്റന്റ് ചേട്ടന് സുഖം തന്നെ അല്ലേ? പോകുന്ന ചേട്ടാ പോയിട്ട് ഒത്തിരി ബിസിയാണ്. വണ്ടി കയറാ. നിന്നോടല്ല അവനോടാ. കേറുണ്ടില്ലേ? പാത്തുമ്മക്ക് 8 മാസം പ്രായം. എന്ത് 8 മാസം? പാത്തുമ്മക്കല്ല, 8 മാസം പ്രായമുള്ള ക്രാവിനെ വേണോന്ന്. അത് ശരി, വായിക്കും. ലോനപ്പന് 16-ാം തീയതി കല്യാണം. മട്ടം പരുവത്തിലുള്ളൊരു പശുക്കിടാവും. ശങ്കരൻകുട്ടി ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന ഉള്ള ചന്ത മുഴുവൻ കാര്യമാവും. ഒരു കാര്യം ചെയ്യും മദന, പാത്തുമ്മക്കുള്ളത് നീ നോക്ക്, ലോനപ്പനുള്ളത് ഞാൻ നോക്കാം. അതോ? ഇത് വിൽക്കണില്ല. അതാ നല്ലത്.
ഇത് വേണോ അണ്ണാ? എന്നാ പിന്നെ ഇത് നോക്കി. ആ അത് ഞാൻ കണ്ടതാ. ഇവനെന്താ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞിരിക്കണേ? ഹിപ്പോപ്പൊട്ടാമസിന് കൊമ്പുവെച്ച പോലെ കൊമ്പൈ, നല്ല കൊമ്പൈ. എന്റെ പൊന്നു മോനിനി ഇടവും വലവും നോക്കാതെ നേരെ വെച്ച് പിടിച്ചോ. അവരാച്ചന്റെ വീട്ടിലെത്തിയിട്ടേ നിക്കാവൂ. അവറാച്ചന്റെ വിടോ? അപ്പൊ ലോനപ്പനോട് എന്ത് പറയും? ആ തലതെറിച്ച പാത്തുമ്മത്തള്ളയ്ക്കുന്ന പശുവിനെ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ തലവെട്ടും. കഴിഞ്ഞ കൊയ്ത്തിന് അവരാച്ചൻ കാശി എന്നതാ. വിശാലായിട്ട് ഒരാഴ്ച സൂചിച്ച് നടന്നില്ലേ? സീനോട്ട് അനുസരിച്ച് കൊടുത്താൽ മതി. നടക്കടാ. ഇനി ഇങ്ങനെ ഈ ഒന്നും പാതി ഒന്നും പൊക്കാൻ പോണ്ട. പൊക്കണെങ്കിൽ ഒരു 5 ഒന്നിച്ചങ്ങ് പൊക്കി. അതെന്തിനാ ചന്ത തുടങ്ങാനാ? ചന്ത തുടങ്ങാനല്ല, പിന്നെ കാശ് വാങ്ങിയവന്മാര് ഇല്ലേ നമ്മളെ കിടത്തി പൊറപ്പിക്കില്ല. ഓ അവന്മാർക്ക് കാശ് എന്നിട്ട് അടുത്ത ദിവസം കാളെത്താ പശുനെത്താ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ കട്ടപ്പാടും ബുദ്ധിമുട്ട് അവർക്ക് അറിയില്ലല്ലോ. അതെ അതെ, അതുകൊണ്ട് റേറ്റ് അല്പം കൂട്ടണം. ആ പിന്നെ മുക്കാല് നിനക്കും കാലെനിക്കും എന്നുള്ള ഏർപ്പാട് ഇനി ശരിയാവൂല. നമ്മൾ ഒരുമിച്ച് തുല്യമായി കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇനി മുതൽ കിട്ടുന്നതിൽ പപ്പാതി ആദി 50-50, പകുതി പകുതി. അത് ശരി. ഒരു കാര്യം ചെയ്യ്, നീ ഒരു ബ്രാഞ്ച് തുടങ്ങ്. എന്റെ ഓഫീസിൽ ഞാൻ ഇരുന്നോളാം. നിന്റെ സ്ഥിരം പരിപാടിയാണ് പാലം കിടക്കുമ്പോ കൂരായണ എന്നുള്ളത്. കൂരാന് മാത്രം പറയരുത്. പാണ്ടിക്കാളയാണ് പൊട്ട. ഇതിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവന് തമിഴ് കൂപ്പറാ. നീ എന്താ പറഞ്ഞത്? തമിഴ് കൂവാനോ? കൂവാനല്ല കൂപ്പിടാൻ. സിന്ധുവിനെ കൊണ്ട് കെട്ടിക്കാൻ മോനെ ഒന്ന് നിന്നെ. കല്യാണം കേട്ടപ്പോ നിന്ന് ഓടിക്കോ രമണ. സമ്മതത്തിന് നിനക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട. നിന്റെ ഒരു ഇഷ്ടത്തിന് നമ്മൾ എതിരെ നിൽക്കില്ല. ഊരിക്ക് പദമടങ്ങടാ. കൊണ്ടുപോയടാ. എവിടെ പോയി കിടക്കുക? കിടന്ന് തൊള്ള തുറക്കാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ ഗ്ലാസ് കരുതി കഴി വെക്കണി. ഈ അമ്മയുടെ ഒരു കാര്യം. ഹായ് രമണേട്ടനും മതിനേട്ടനും. ചേച്ചി വല്ലതും തിന്നാനെടുക്കും. നല്ല വിശപ്പ്. തിന്നാനൊന്നുമില്ല, തീർന്നു. അയ്യോ, ഈ ഷർട്ടിലൊക്കെ എങ്ങനെ ചെലപ്പറ്റിയേ? പോരി പോരി. നിങ്ങളുടെ അതല്ല കാളപ്പോരി. എന്ന് വെച്ചാ ജയന്റെ ശരപഞ്ചര സിനിമ ജയഭാരതി കണ്ടിട്ടുണ്ടോ? ഞാൻ 3 പ്രാവശ്യം കണ്ടതാ. ആ അതില് നമ്മുടെ ജയണ്ണൻ കുതിരയ്ക്ക് എണ്ണ തേക്കൂലേ? ആ, അതേപോലെ വിൽക്കാൻ കൊണ്ടുപോയ കാളയ്ക്ക് ഞാനൊന്ന് എണ്ണ തേച്ചു കൊടുത്തു. പിന്നെ ചെറിയൊരു ഫൈറ്റ് അതിന് പറ്റിയതാ. അതിന്റെ ഉടമസ്ഥൻ വന്ന് ചവിട്ടി ചെളിയിലിട്ട് കാണും. ഉടമസ്ഥനേക്കാൾ ബുദ്ധിയാണ് കാളയ്ക്ക്. അതുകൊണ്ട് വന്ന വഴിയെ തിരിച്ചുപോയി. അയ്യ തലയിലെഴുത്തില്ലെന്നേ. ചന്തയിൽ കിടന്ന് വെറും മട്ടനാവാൻ അതിന് പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ മട്ടന്റെ കാര്യമൊന്നും പറയല്ലേ. എനിക്ക് വയറ് വെച്ചിട്ട് വയ്യ. എന്നാ നീ വാ, നമുക്ക് ആ ചെട്ടിയാരെ പറമ്പിന്ന് 5-6 കരിക്കടത്തിട്ട് കുടിച്ചോണ്ട് കിടന്നുറങ്ങാ. അതെ, 2 മാസം വെട്ടി കഴിയേണ്ട കാശ് കിട്ടാണ്ട് 3 മാസം വാടക കുടിക്കുക വേറെ. എല്ലാം കൂടെ നാളെ തന്നെ തരണം. പിന്നെ പാത്തു അന്വേഷിച്ച് പറയാനും പറഞ്ഞു. കുട്ടി നിർത്തി പറയൂ, എന്നാലല്ലേ ശ്വാസം കിട്ടൂ. എന്റെ പൈസ മര്യാദക്ക് തന്നില്ലെങ്കിൽ 2നും നാളെ ശ്വാസം ഉണ്ടാവില്ല. ശ്വാസം എടുത്തോണ്ട് പോകൂ. ബാക്കിയൊക്കെ അവിടെ വെച്ചേക്കുമല്ലോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ജയഭാരതി സ്വീറ്റ് ഡ്രീംസ് എന്ന് വെച്ചാ അത് അവക്കറിയാം. ഒരു കാശിന് കൊള്ളുകയില്ല, 9 കാശിന് ഉപദ്രവൂ. ഒരു കെട്ട് ബീഡിതാടാ. ആ ഗോവിന്ദൻകുട്ടിയുടെ ശല്യം ഒന്ന് ഒതുങ്ങിയുള്ളൂ. അതുകൊണ്ട് ഇനി ആർക്കും ഞാൻ കടം കൊടുക്കില്ല. അയ്യോ, ഗോവിന്ദൻകുട്ടിയെ ഒതുക്കിയത് ആനമുറ്റത്തുകാരാണെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടാണെന്ന് അറിയാലോ. അതുകൊണ്ട് നോക്കിയും കണ്ടും പെരുമാറിയാ തനിക്ക് കൊള്ളാം. ഇല്ലേ മദന? എടോ അസ്ഥി എണ്ണേണ്ടി വരും. അതെ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇടപെട്ടാ കൊള്ളാം. അല്ലേ വല്യേട്ടാ? അല്ലാതെ ഇടിയുണ്ട്. വേണ്ട വേണ്ട വേണ്ട. അരിച്ചാക്കിന്റെ ഇടയിൽ കേറാതെ എലി പണി തരും. ഇനി വാ, ആ വാടക ഇങ്ങെടുക്ക. കഴിഞ്ഞ മാസം വാടക ചോദിച്ചപ്പോ താൻ എന്തുവാ പറഞ്ഞേ? കിളി പോലുള്ള 2 പെമ്പിള്ളേരുടെ ജാഥ കൊണ്ടുവരാമെന്ന്. എന്നിട്ട് എന്താ കിളി ഇതുവരെ വന്നില്ലേ? കല്യാണം കഴിക്കാത്ത വിഷമം ഉണ്ണിച്ചാട്ടന്മാർക്കേ അറിയൂ. അപ്പോഴാണ് അവന്റെ ഒരു കിളി പോലുള്ള ജാതകം വെച്ച്. അത് പിന്നെ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് വല്യമ്മച്ച് എന്നെ വിട്ടും. അത് പേടിച്ചാ ഞാൻ അങ്ങോട്ട് വരാത്തത്. ഇപ്പൊ എന്റെ കയ്യിൽ കിളി പോലുള്ള 2. മതി 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 മതി, കൂടുതൽ വിവരിക്കണ്ട. താൻ ഇപ്പൊ പറഞ്ഞ 2 കിളികളുടെ കാര്യം ഞങ്ങളുടെ തറവാട്ടിലൊന്നും ഒന്ന് പറഞ്ഞ് അതൊന്ന് ശരിയാക്കി തരണം. അല്ലെങ്കിൽ ഈ കട ഒഴിഞ്ഞോണം. ഇപ്പൊ വേണ്ട, നാളെ മതി. എന്തിനാ ഉണ്ണിയേട്ടൻ നാളത്തേക്കാക്കണത്? ഇപ്പൊ തന്നെ അവന്റെ കൂടും കൊടുക്കുന്ന ഓടലേക്ക് എറിഞ്ഞേക്കാം. അതൊന്നും വേണ്ട, ഞാൻ വരാം.
എന്നെ വല്യമ്മച്ചി വെട്ടിക്കൊന്നാലും കുഴപ്പമില്ല, ഞാൻ വരാം. താൻ മാത്രം വന്നാ പോരാ, 2 കിളികളുടെ ജാതകം കൂടി കൊണ്ടുവരണം. കിട്ടുമെങ്കിൽ അവരുടെ ഫോട്ടോ ഇപ്പോ. അപ്പൊ ഞങ്ങളോ? നീ വൈകിട്ട് വാച്ചുമായി വീട്ടിൽ വാ. അപ്പൊ ഇന്ന് അവിടെ തുടങ്ങാം. ആ. അപ്പൊ അവനെടാ കേറി വാ. നിന്റെ രമണൻ ചേട്ടൻ. വലത് കാല് വെച്ച് കേറി. നിന്റെ കാലല്ല, കേറി വാ. ഇങ്ങനെ കേറ്. ഉമ്മ എവിടെ? ഇപ്പൊ തന്നെ തരാം. ഉമ്മ തരല്ല, പാത്തുമ്മ താത്തന്നെ വിളി. പാത്തുമ്മ താത്ത, പാത്തുമ്മ താത്ത. ഓ, എത്ര താ? പാത്തുമ്മ താത്ത 5 താ. പാത്തുമ്മ താത്ത 5 താ. അതെങ്ങനെയാണ്? പാത്തുമ്മ 5 താ. അതല്ല, പാത്തുമ്മ വന്നു. ഹലോ. അന്ന് ഞാൻ എടാ എടാ പന്നി, അയ്യോ, ഇത് പന്നിയല്ല, പശുവാ. കൗ കൗ. ഇനി എവിടുന്ന് മോഷ്ടിച്ചാ വേണ്ട നമുക്ക് കൊണ്ടുപോയിക്കോ അവിടുന്ന്. ഇനി ഇതിന്റെ പേരിൽ ആനമുറ്റത്താരം ഇവിടെ വന്ന് ബൈക്കിന് മക്കാനത്ത് നിക്കണല്ലേടാ. ഇവിടെ പശുവിനെയും വേണ്ട പന്നീനെയും വേണ്ട. അയ്യോ, അവിടെയാണ് താത്തക്ക് തെറ്റിയത്. ഒരു ബിസിനസ് നടത്തുമ്പോ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കണ്ടടാ. സോറി. പാത്തുമ്മ താത്ത, ഇത് ആനമുറ്റത്തുള്ളതല്ല, ഇത് വേറെ മുറ്റത്തുള്ളതാ. ഈ കടമറ്റം എന്നൊക്കെ പറഞ്ഞു ഇതിന്റെ കേട്ടിട്ട് ഉടമസ്ഥൻ ഇവിടത്തെ വഴികളൊന്നും അറിയത്തില്ല. ആ. നിങ്ങൾ കൊണ്ടുപോയിട്ട് ധൈര്യമായിട്ട് കറന്നോളി. കൊണ്ടുപോണ ഇവരീസകളെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഈ ഐശ്വര്യം ഇല്ലാത്ത ഈ പശുവിനെ മോട്ടിക്കണ്ടെന്ന്. ആ, അപ്പൊ നീ രണ്ടുപേരും അവിടെ നിന്നേ. ഇപ്പഴെങ്ങനെയുണ്ട്? ഞാനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതെ, ഞമ്മടെ കയ്യിൽ നിന്നും വാങ്ങിയ കായ് കൃത്യമായിട്ട് തിരിച്ചു തന്നേക്കണം. അല്ലേ നമ്മുടെ സ്വഭാവം അറിയാല. പോവാം. രമണ, പാത്തുമ്മത്തള്ളയ്ക്കും ഈ പശുവിനെ വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്തോ ചെയ്യും? അടിച്ചു മാറ്റിയ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി കെട്ടി ഒരു ചെറിയ സോറിയും പറഞ്ഞു പോരും. എന്നിട്ട് വേണം അവരെന്നെ അവിടുത്തെ ചാണാക്കുഴി ചവിട്ടി താക്കാൻ. നീ വേറെ വല്ലതും പറ. എങ്കിലൊരു പണിയായി, ഈ കയറിന്റെ അറ്റം നിന്റെ കഴുത്തെ കെട്ടി നിന്റെ കൂടെ നടന്നോ. എടാ, ആനമുറ്റത്തുകാരെ അറിഞ്ഞാ ഇതും ഏറ്റുപിടിക്കും. ആനമുറ്റത്തുനിന്നൊന്നും വെച്ചതല്ലല്ലോ. ഓ, അല്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ? എനിക്കൊരു ഐഡിയ. പറഞ്ഞ തൊലക്ക്. നീ ഈ പണ്ടാരത്തിന് ആ തെങ്ങിലോട്ട് കെട്ട്. എന്നിട്ട് നമ്മൾ മുങ്ങും. അല്ലാതെ കൂട്ടിരിക്കാൻ എവള് തന്നെ കുഞ്ഞമ്മയൊന്നുമല്ലല്ലോ. ഓ, അല്ല, അതിപ്പോ ഈ കെട്ടിക്ക പിടിയടാ, കെട്ട്. ഇപ്പിതാ. ഇങ്ങോട്ടോ കെട്ട്. അയ്യോ, വിളിച്ചോ? വിളിച്ചില്ല. ആ. എന്ത് പറ്റി രമണ? നിനക്കൊല്ല പറ്റിയോ? മുളയത്തോളം കടിച്ചോ? ഹലോ, എന്താണ് ഇവിടെ? ഈ വഴി പോയപ്പോ തെങ്ങ് കണ്ടു. പശുവിനൊന്ന് കെട്ടി നോക്കാന്ന് കരുതി. കാണുന്ന തെങ്ങിനൊക്കെ നീ കേട്ടോടാ. കെട്ടാൻ പറ്റിയ തെങ്ങാണെങ്കിൽ സൗകര്യം കിട്ടുമ്പോഴേ കെട്ടും. ഇവൻ പറഞ്ഞു. ഇവൻ പറഞ്ഞിട്ടാ? ആ ആനമുറ്റത്തുകാർ വന്ന് എന്റെ കഴുത്തെ പിടിക്കുന്ന കാണുമല്ലടാ. അയ്യോ, അതെന്തിന്? അങ്ങനെ ആരും അഴിച്ചോണ്ട് പോടാ. അയ്യോ, പാം പോട്ടെ. കൊണ്ടുപോടാ. വാ. ഈ തേങ്ങക്കൊക്കെ താങ്ങുമല്ലോ എങ്ങനെ? പോടാ അവിടുന്ന്. മോളെ വാ, മാമനോട് യാത്ര പറ, ടാറ്റ പറ. വാ. ആഹാ, നല്ല ബെസ്റ്റ് പ്ലേസ്. അറ്റ കൈ പ്രയോഗമാണ്. ഇതിലും രക്ഷയില്ലെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ ഞാൻ ഇതിനെ മട്ടനാക്കി വിളമ്പും. തേടിയ വള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കാലേ ചുറ്റിട്ട് അഴിഞ്ഞില്ലെങ്കിലേ ഇങ്ങനെ അഴിക്കണം. കണ്ടാ? നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. നോക്കി ആരും വരുന്നില്ല. ഇങ്ങനൊരു തള്ളു. ഇപ്പൊ കാലിൽ ചുറ്റഴിഞ്ഞില്ലേ നോക്കിയേ. ഇനി കൂടുതൽ നേരം ഞഞ്ഞാ പറയണ്ട. ഈ പറമ്പിന്റെ ഉടമസ്ഥനാകനെ കണ്ട കുഴപ്പാവും പറഞ്ഞേ. അല്ല രമണ, ഈ കയറെന്തിനാ? അത് നിനക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ തൂങ്ങിച്ചത്ത് കളിക്കാൻ.